പിന്നെ ഞാൻ 2-3 അങ്ങനെ കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടീനെ കൊണ്ട് ചെയ്യിക്കുകയാണ്, അതാണ് ഇതാണ്. ഞാൻ വീണ്ടും പറയാണ്, ഈ ഡ്രസ്സുകൾ ഇടുന്നതും ഈ വീഡിയോസ് ചെയ്യുന്നതും തികച്ചും എൻ്റെ ഇഷ്ടപ്രകാരമാണ്. ഞാൻ എൻ്റെ അക്കൗണ്ടിലാണ് വീഡിയോസ് ഇടുന്നുള്ളത്. പിന്നെ ചില നാട്ടുകാരെയും ഫാമിലീസിനെയും ഞാൻ ബ്ലോക്ക് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് അവർ കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. തുമ്പി ചേച്ചിയുടെ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ കൈസിക്ക് വന്നിരിക്കുന്നത് മക്കളെ. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ തുമ്പി ചേച്ചിയുടെ നാട്ടുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് തുമ്പിയെ കുറിച്ച് ആ കുട്ടി പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് കമ്പി ചേച്ചി തുമ്പി ചേച്ചി ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അത്രയ്ക്കും ഫേമസ് അല്ലേ നമ്മളെ തുമ്പിക്കുട്ടി. അതുകൊണ്ട് ഓൾ അറിയില്ലാന്ന് മാത്രം ആരും പറയരുത്. നമ്മളെ കുട്ടിയാണ്. ക്ലീവേജ് മാത്രം കാണിച്ച് ജനലക്ഷങ്ങളുടെ മനസ്സ് കവർന്ന പെണ്ണാണ്. തുമ്പി ചേച്ചിന്റെ ഒക്കെ ക്ലീവേജിനൊക്കെ എന്താ ഡിമാൻഡ് മക്കളെ. ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളി വഴി ലക്ഷങ്ങളാണ് ഓരോ മാസവും തുമ്പി ഉണ്ടാക്കുന്നത്. റീൽസിൽ ക്ലീവേജ് കാണിക്കുന്ന ആള് സബ്സ്ക്രൈബേഴ്സ് ഉള്ളിൽ വേറെ എന്തൊക്കെയാ കാണിക്കുന്നത് എന്നുള്ളത് ആർക്കറിയാം. എന്തായാലും ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. സോ ഇതല്ല നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിനു മുമ്പ് മറ്റൊരാളെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. തുമ്പി ചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മുഖമുണ്ട്. അത് മറ്റാരുടെയും അല്ല, തുമ്പിയുടെ സ്വന്തം മാമൻ വിഷ്ണുവിന്റേതാണ്. തുമ്പിയെ കുറിച്ച് പറയുമ്പോൾ വിഷ്ണുവിനെ അങ്ങ് മറക്കാൻ പറ്റുമോ? വിഷ്ണു ഇല്ലാതെ എന്ത് തുമ്പി? തുമ്പിയെ തുമ്പിയാക്കിയതാരാ? ഇവനാണ്. കള്ള കശ്മളൻ. വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് ഇവന്. സ്വന്തം പെങ്ങളെ മോളെ വെച്ച് ഇവൻ കുറെ ഉണ്ടാക്കുന്നുണ്ട്. ഇവനൊക്കെയാണ് മാമ എന്ന അച്ഛനെ തെറ്റാതെ വിളിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞോന്ന് അറിയില്ല, ഇവന്റെ കല്യാണം കഴിഞ്ഞതാണ്. സ്വന്തമായിട്ട് ഒരു മകളും ഉണ്ട്. അല്ല, ഇവന്റെ കാട്ടിക്കൂട്ടലും വർത്താനൊക്കെ കണ്ട സമയത്ത് ഇവൻ കുറച്ചു കാലം കഴിഞ്ഞാണെങ്കിൽ തുമ്പീനെ കല്യാണം കഴിക്കുമെന്നൊക്കെ ആയിരുന്നു തോന്നിയിരുന്നത്. തമിഴ്നാട് സെറ്റപ്പ് വെച്ച് മാമന് മരുമോളെ കല്യാണം കഴിക്കാനുള്ള വകുപ്പുണ്ടല്ലോ. ആ സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ അപ്ലൈ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പോഴാണ് ഈ ട്വിസ്റ്റ് പുറത്തു വന്നത്. അണ്ണൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. പക്ഷെ കുറച്ചു മുമ്പ് ഏതോ ഓൺലൈൻ മീഡിയക്കാരൻ ഇവനോട് നിങ്ങൾ തുമ്പിയെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അന്നേരം അവൻ പറഞ്ഞെന്താണെന്ന് അറിയോ? അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോന്നൊന്നും ഇപ്പം പറയാൻ പറ്റൂല, വലിയ ചാൻസ് ഒന്നും ഇല്ല എന്നാണ്. എന്നാലും ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചതാണ്, എനിക്കൊരു മകളൊക്കെ ഉണ്ടെന്ന് പറയാൻ ഇവന്റെ നാവ് പൊന്തിയില്ല. അങ്ങനെ പറഞ്ഞ പിന്നെ ആ ക്യൂരിയോസിറ്റി പോകൂലേ, അതുകൊണ്ടാണ്. മാമനും മരുമോളും കൂടി നൈസ് കളിയാണ് എന്തായാലും കളിക്കുന്നത്. മലയാളിയെ എങ്ങനെ പൊട്ടന്മാരാക്കാം എന്നിവർക്ക് നന്നായി അറിയാം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുമ്പിയുടെ നാട്ടുകാരായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്ന കാര്യം. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ട് കളയാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അതിൽ പറയുന്ന മുക്കാൽ ഭാഗം കള്ളമാണ്. ഈ വിഷ്ണു എന്ന് പറയുന്ന ആള് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിഞ്ഞെടുത്ത് വെച്ച് തോന്നുന്നു അവളെ വെച്ച് ക്യാഷ് ഉണ്ടാക്കണയാണ്. ആ കുട്ടിക്ക് അത്രയും പക്വതയും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു 16 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു 17 വയസ്സുള്ള കുട്ടികളെ പക്വത ആ കുട്ടിക്ക് ഉണ്ടാവുള്ളൂ. ഇവള് ഈ ഫെയിമൊക്കെ കിട്ടുമ്പോഴത്തേന് അത് കുറച്ച് നല്ലതാണ്. അതിന് ആഫ്റ്റർ എഫക്റ്റ് ഒന്നും ചിന്തിക്കാതാണ് തോന്നുന്നു ഈ കുട്ടി ഇമാതിരി പരിപാടിക്കൊക്കെ പോകുന്നത്. അതാണ് മ്യാമൻ മരുമോളെ വെച്ച് നല്ല മുതലെടുപ്പാണ് നടത്തുന്നത്. അതന്നെയാണ് നമ്മളും പറഞ്ഞത്. ഇപ്പൊ ഈ നാട്ടുകാർ കൊച്ചും പറയുന്നത് അതാണ്. ചില്ലറ പൈസ ആണ് ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റയിൽ 1116 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് തുമ്പിക്ക്. 390 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത്. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ വഴി മാത്രം 4 ലക്ഷത്തോളം രൂപ ഒരു മാസം തുമ്പി ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ തുമ്പിയെ കൊണ്ട് പണി എടുപ്പിച്ച് മാമൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാം. ഒരു മാസം 4 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ പൈസയാണോ മക്കളെ? ഈ പെണ്ണിന് ആകെ 18 തികഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയ പ്രായമാണ്. അത് മാമിന് നന്നായി അറിയാം. പക്ഷെ തുമ്പി പറയുന്നത് എന്താണെന്ന് അറിയോ? ഇതെല്ലാം ഞാൻ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണെന്നാണ് തുമ്പി പറയുന്നത്. നമ്മളിപ്പം കേട്ട വോയിസ് ക്ലിപ്പ് ഉണ്ടല്ലോ, അത് പുറത്തു വന്നതിന് ശേഷം അതിന് പ്രതികരണം എന്നോണം തുമ്പി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലൂടെയാണ് തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ അഴിഞ്ഞാട്ടമൊക്കെ നടത്തുന്നതെന്ന് തുമ്പി തുറന്ന് സമ്മതിച്ചത്. ആ വീഡിയോ കണ്ടോക്കാം. പിന്നെ ഞാൻ 2-3 അങ്ങനെ കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടീനെ കൊണ്ട് ചെയ്യിക്കുകയാണ്, അതാണ് ഇതാണ്. ഞാൻ വീണ്ടും പറയാണ്, ഈ ഡ്രസ്സുകൾ ഇടുന്നതും ഈ വീഡിയോസ് ചെയ്യുന്നതും തികച്ചും എൻ്റെ ഇഷ്ടപ്രകാരമാണ്. ഞാൻ എൻ്റെ അക്കൗണ്ടിലാണ് വീഡിയോസ് ഇടുന്നുള്ളത്. കേട്ടല്ലോ, എന്നെ ആരും നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും തന്നെ ഇതൊക്കെ ചെയ്യാൻ എനിക്കറിയാം. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ മക്കളെ എന്നുള്ള രീതിയിലാണ് തുമ്പി ചേച്ചി ആണയിട്ട് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ ആരും വിഷ്ണുമാമന് ക്രെഡിറ്റ് കൊടുക്കാമെന്ന് സ്വപ്നം കാണണ്ട. ഇതിന്റെ ക്രെഡിറ്റ് എന്റെ തുമ്പിക്കുട്ടിക്ക് അവകാശപ്പെട്ടതാണ്. തുമ്പി സ്വന്തമായി അധ്വാനിച്ച് നേടിയെടുത്തതാണ് ഇതെല്ലാം. പിന്നെ എന്തായാലും ഇപ്പൊ അതിനൊരു തീരുമാനമായല്ലോ. എന്നാലും ഇത് തുമ്പി ചേച്ചിയുടെ മാത്രം ഐഡിയ ആയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്. വിഷ്ണുമാമൻ ആ ഓഞ്ഞ മോന്ത കണ്ടാൽ തന്നെ അറിയാം ഇവനാണ് ഇതിന് പിന്നിലെന്ന്. പക്ഷെ അതങ്ങനെ പബ്ലിക്കായി പറയാൻ പറ്റൂലല്ലോ. എന്തായാലും നേരത്തെ കേട്ട വോയിസ് ക്ലിപ്പിനെ ബാക്കിയോട് കേട്ടോക്കാം. ഉള്ളത് 16-17 വയസ്സേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പൊ +2 പഠിക്കേണ്ട ഏജാണ് ആ കുട്ടിക്ക്. പിന്നെ ആ കുട്ടിയുടെ ഒന്നിച്ച് നടക്കുന്ന അമ്മ എന്ന് പറയണില്ലേ, അത് ആ കുട്ടിയുടെ അമ്മയല്ല. ആ കുട്ടിയുടെ അമ്മന്റെ പേര് മിനി എന്നാണ്. ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനിടയ്ക്ക് അമ്മയെ മാറ്റി പറയാൻ മാത്രം എന്റെ തുമ്പി മോള് വളർന്നോ? ഒരു വീഡിയോ കണ്ടോക്കാം. ഒന്ന് പരിചയപ്പെടുത്തോ? അമ്മക്ക് പരിചയപ്പെട്ടിട്ട് മതി. അമ്മ നല്ല സപ്പോർട്ട്. തുമ്പി തന്റെ അമ്മയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ സ്ത്രീ ശരിക്കും തുമ്പിയുടെ അമ്മയല്ല എന്നാണ് നേരത്തെ നാട്ടുകാർ പറഞ്ഞത്. എന്തായാലും സ്വന്തം അമ്മയൊക്കെ മാറ്റി പറയാന്നൊക്കെ പറഞ്ഞ എന്താണ് തുമ്പി മോളെ? കുറച്ച് പൈസക്ക് വേണ്ടി എന്ത് തെണ്ടിത്തരം ചെയ്യാനും തുമ്പി മോള് വളർന്നു അല്ലെ? പൈസ ഇന്ന് വരും നാളെ പോകും. പക്ഷെ അമ്മ എങ്ങനെയല്ല കേട്ടോ. ഇത് വളരെ മോശമായി പോയി, ഭയങ്കര മോശമായി പോയി. ആരോട് പറയാനാണ്? എന്തായാലും നാട്ടുകാർ കുട്ടിയെടുത്ത് പറയാനുള്ളത് ബാക്കിയോട് കേട്ടോക്കാം. വിഷ്ണു എന്ന് പറഞ്ഞ ആള് ഓൾറെഡി മാരീഡ് ആണ്. ഒരു കുട്ടിയുണ്ട്. മാരി ചെയ്തിട്ടുള്ളത് ഈ ഷിംനയുടെ അമ്മയുടെ കസിനെയാണ്. അതായത് ഷിംനയുടെ, അതായത് തുമ്പിയുടെ അമ്മയുടെ
അച്ഛൻ്റെ പെങ്ങളുടെ മോള്. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ ദൈവമേ. വിഷ്ണു കല്യാണം കഴിച്ചത് തുമ്പിയുടെ അമ്മയുടെ അച്ഛന്റെ പെങ്ങളെ മോളെയാണെന്നൊക്കെയാണ് ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്നത്. തുമ്പിയുടെ അമ്മയുടെ അനിയനാണ് വിഷ്ണു എന്നല്ല പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തുമ്പിയുടെ അമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെയും കൂടി അച്ഛനല്ലേ? അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ പെങ്ങളെ മോളെ അല്ലെങ്കിൽ അമ്മായിയുടെ മോളെയാണ് ഇവൻ കെട്ടിയത് അങ്ങ് പറഞ്ഞാൽ പോരെ ഈ പെൺകുട്ടിക്ക്? എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിച്ച് പറഞ്ഞത്? ശരിക്കും ഇവൻ തുമ്പിയുടെ അമ്മയുടെ അനിയൻ തന്നെയാണോ എന്നാണ് ഇപ്പൊ എന്റെ സംശയം. അല്ല, അമ്മയെ വരെ മാറ്റി പറഞ്ഞ തുമ്പിക്ക് മാമനെ മാറ്റി പറയാൻ വല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാം ഒരു റീച്ചിന് വേണ്ടിയുള്ള കളികളാണല്ലോ. ഞാൻ തുമ്പിയുടെ മാമനാണെന്ന് പറഞ്ഞത് വിഷ്ണു തന്നെയാണ്. അതിനുശേഷം ഇവർക്ക് ഡബിൾ റീച്ച് ആണ് കിട്ടിയതെന്ന് ഓർക്കണം. മാമനും മോളും കൂടെ അയിഞ്ഞാടി നടക്കുകയാണെന്നും പറഞ്ഞ് നെഗറ്റീവ് റീച്ച് ആണ് കിട്ടിയതെങ്കിലും റീച്ച് തന്നെയാണല്ലോ. എന്തായാലും ഒന്നും വിശ്വസിക്കാൻ പറ്റാതായി. ഫുൾ ഉടായ്പ ടീമാണ് ഇഷ്ടം. എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. പേര് പ്രതീക്ഷ അങ്ങനെ എന്തോണ് ശരിക്കും നെയിം. അപ്പോൾ അവരെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അതിലൊരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഈ വിഷ്ണു എന്ന് പറഞ്ഞ ആളുടെ ശരിക്കും വീടെന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അവരെന്നിട്ട് കാസർഗോഡേക്ക് വന്നിട്ടൊരു മൊബൈൽ ഷോപ്പ് എന്തോ ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ചിന്നു എന്ന് പറഞ്ഞ കുട്ടീനെ ലവ് ചെയ്തിട്ട് മാരേജ് ചെയ്യുന്നുള്ളത്. വിഷ്ണുവിൻ്റെ വൈഫ് എന്ന് പറഞ്ഞ ചിന്നു എന്ന് പറഞ്ഞ കുട്ടി ഇപ്പോൾ തുമ്പിയുടെ വീഡിയോസിലൊക്കെ ഉണ്ട്. വീഡിയോസിലൊക്കെ ഉള്ളൊരു കുട്ടി തന്നെയാണ്. അവരെല്ലാവരും ഇപ്പോൾ ഒന്നിച്ചാണെന്ന് തോന്നുന്നു. ഈ തുമ്പിയുടെ അമ്മയും ഈ ചിന്നു എന്ന് പറഞ്ഞ കുട്ടിയും വിഷ്ണു എല്ലാവരും ഒന്നിച്ചാണ് താമസിക്കണമെന്നാണ് തോന്നുന്നുള്ളത്. അയാളുടെ വൈഫ് തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവരെന്തോ ഇഷ്യൂ ആയിട്ട് അങ്ങനെ ഇവർ തമ്മിലെന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് എൻ്റെ വാട്സപ്പിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കിട്ടണില്ല, അയച്ചാൽ കിട്ടണില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു റീല് വൺസ് ആയിട്ടൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ അതിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചുള്ള വീഡിയോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ വൈഫിൻ്റെ അക്കൗണ്ട് കിട്ടും തോന്നുന്നു. ഞാൻ നോക്കാം. ചേട്ടൻ ഈ വീഡിയോസൊക്കെ ചെയ്യണമല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ അയച്ചതാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാൾക്കും അവളുടെ അക്കൗണ്ട് കിട്ടുന്നില്ല. ചേട്ടൻ ഞങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്കും ഏകദേശം അവളുടെ ആകെ 2-3 ആൾക്ക് മാത്രമേ അവളുടെ അക്കൗണ്ട് കിട്ടുന്നുള്ളൂ. വേറെ ഒരാൾക്ക് അക്കൗണ്ട് കിട്ടുന്നില്ല. അവൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാവരും. അതെന്തൊരു പണിയാണ് തുമ്പി നീ ചെയ്തത്. നാട്ടുകാർക്ക് എന്തായാലും നിന്നെ നേരിട്ട് കാണാൻ കിട്ടുന്നില്ല. എന്നാ പിന്നെ ഇൻസ്റ്റാഗ്രാം വഴിയെങ്കിലും ഒന്ന് കണ്ട് മോഹം അടയണമെന്ന് വെച്ചപ്പോ നീ അവരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞല്ലോ. വല്ലാത്തൊരു ചതിയായി പോയിട്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നാട്ടുകാരെ ബ്ലോക്ക് ആക്കിയതെന്ന് തുമ്പി ചേച്ചി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടോക്കാം. പിന്നെ ചില നാട്ടുകാരെയും ഫാമിലീസിനെയും ഞാൻ ബ്ലോക്ക് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് അവർ കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം എനിക്ക് സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ അവരുടെ. അതുകൊണ്ടായിരുന്നു ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് അവർ കാണേണ്ട എനിക്ക് അവർ തീരെ ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. കാരണം വീഡിയോസ് കണ്ടിട്ട് തന്നെ അവരത് പറഞ്ഞു ഇത് പറഞ്ഞു. എനിക്ക് അതിന് കേൾക്കാൻ താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു. എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ കയറി ഇങ്ങനെ ഇടപെട്ട് കുത്തിച്ചകഞ്ഞ് അവിടെ എന്താ നടക്കണേ, ഇവിടെ എന്താ നടക്കണേ, അങ്ങനെ നോക്കുന്ന ആണും മാനുണ്ടോ നിങ്ങൾക്ക്? സ്വന്തം ജീവിതം നോക്കി നടന്നാൽ പോരെ, സ്വന്തം വീട്ടിലെ കാര്യം നോക്കി നടന്നാൽ പോരെ. അതല്ലാണ്ട് അവൾ അങ്ങനെ ചെയ്തു അവൾ ഇങ്ങനെ ചെയ്തു, എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം? കഷ്ടം എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല. അതെ കഷ്ടമുണ്ട്. വെറുതെ തുമ്പി ചേച്ചിന്റെ ജീവിതത്തിൽ കയറി വിടേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. മോശമായി പോയി. എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു. കോപ്പ് എല്ലാം നിർത്തി പോട്ടെ, ഞാൻ മതിയായി. അല്ലെങ്കിൽ വേണ്ട. തുമ്പി ചേച്ചിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനിരുന്നിട്ട് അത് ഫുള്ളാക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. എന്റെ ഫാൻസിന് തുമ്പിയുടെ ഫാൻസിന് അത് തീരെ സഹിക്കൂല. അപ്പൊ നാട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ തുമ്പി ചേച്ചി ബ്ലോക്ക് ചെയ്ത് എന്തിനാന്നുള്ള എല്ലാരും കേട്ടല്ലോ. നാട്ടുകാർ തെണ്ടുകൾ ചേച്ചിയുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഇരുന്ന് കാണുകയും ചെയ്യും, എന്നിട്ട് കുറ്റം പറയുകയും ചെയ്യും. അതാണ് തുമ്പി ചേച്ചിക്ക് വിഷമായത്. അങ്ങനെ നിങ്ങൾ ഈ തുമ്പിയുടെ വീഡിയോയും പറഞ്ഞ് കമ്പി ആവേണ്ട മക്കളെ എന്ന് പറഞ്ഞ ഒരു ഒറ്റ ബ്ലോക്ക് ആക്കലായിരുന്നു. ഈ കാര്യത്തിൽ ഞാൻ തുമ്പിയുടെ കൂടെയാണ് കേട്ടോ. കാണുകയും വേണം എന്നാൽ കുറ്റം പറയുകയും വേണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. ലാഭില്ല. എന്തായാലും മറ്റേ വോയിസ് ക്ലിപ്പിനും ബാക്കിയോട് കേട്ടോ. പിന്നെ ഈ കുട്ടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. സത്യം പറഞ്ഞാല് ഭയങ്കര നാടൻ കുട്ടിയായിരുന്നു. നടന്നൊരു പക്ക ഒരു നാടൻ കുട്ടിയായിരുന്നു. അങ്ങനെ മോഡേൺ ആയിട്ടുള്ള കുട്ടിയൊന്നും ആയിരുന്നില്ല. ജീൻസൊക്കെ ഇടുന്നതൊക്കെ റെയറായിരുന്നു. അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു ഇത്. പെട്ടെന്ന് ഇവിടെ ഒരു ചേഞ്ച് ആയിട്ടപ്പോൾ ഞങ്ങളെല്ലാവരും നാട്ടിലുള്ളവരൊക്കെ നാട്ടിൽ ഈ ഓൾറെഡി അച്ഛനമ്മയും ഡിവോഴ്സ്ഡ് ആണ്, ഒറ്റയ്ക്കുള്ള കുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾക്ക് എല്ലാവർക്കും ഒരു സഹതാപ ഒരു സിമ്പതി ഉണ്ടായിരുന്നില്ലേ, അതെല്ലാവർക്കും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഈ കുട്ടിക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേന് എല്ലാവരും ഈ കുട്ടിയാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയി. പോകും. തുമ്പിയുടെ പഴയ കോല കണ്ടുകഴിഞ്ഞാണെങ്കിൽ ആര് ചിന്തിച്ചു പോകും? ഞാൻ ആ കോലൊന്ന് സൈഡിൽ കൊടുക്കാം. ഈ ഫോട്ടോ കണ്ടില്ലേ? ഇങ്ങനൊന്നും ചിന്തിച്ചില്ലെങ്കിൽ അത്ഭുതവും. നാടൻ പെൺകുട്ടിയിൽ നിന്നും മോഡേൺ യുവതിയിലേക്കുള്ള ആ മാറ്റം നല്ലോണം മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ആരുടെയും വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്നതല്ല കേട്ടോ. നിങ്ങൾ ആരും അങ്ങനെ കരുതണ്ട. മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മനഃപൂർവ്വം മുതലെടുക്കുന്ന കുറെ ടീംസ് ഉണ്ട്. അവര് വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും ഒന്നും ആൾക്കാരല്ല. അവര് പൈസയുടെ ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകൾ അന്നും ഇന്നും നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. 18 വയസ്സായ ഉടനെ പെട്ടെന്നൊരു ദിവസം വസ്ത്ര സ്വാതന്ത്ര്യം മുളച്ച് പൊന്തിയതിന് പിന്നിലുള്ള സത്യം ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ മറ്റൊരു കാര്യം, തുമ്പി അവൾക്ക് ഇഷ്ടമുള്ള പോലെ നടന്നോട്ടെ, എന്തോ ചെയ്തോട്ടെ, അതിലൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ എന്തെങ്കിലും പറയാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, അത്രേ ഉള്ളൂ. പബ്ലിക്കായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അല്ലേ, അത് പബ്ലിക്കായി എടുത്ത് റിയാക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും തനിക്കെതിരെ നെഗറ്റീവ് പറയുന്നവരെ പച്ചത്തെറി വിളിച്ചുകൊണ്ട് തുമ്പി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം.
ഹായ് ഗൈസ്, ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ ഇടാന്ന് വെച്ചു. അതായത് ഈ നെഗറ്റീവ് പറയണ ാണ് ഈ വീഡിയോ. അതായത് ഞാൻ ഇടുന്ന ഡ്രസ്സിനാണ് ഇവർ കാണുന്ന വലിയ കുറ്റം. അതായത് ഞാൻ എന്തോ വലിയ മാരകമായ കുറ്റം ചെയ്യണ പോലെയാണ് ഇവരുടെ വർത്താനം കേൾക്കുമ്പോൾ. ഞാൻ ഡ്രസ്സ് വെച്ച് കാശ് ഉണ്ടാക്കണോ, അതാണ് ഇതാണ് അങ്ങനെയാണ് ചക്കാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ത്യൻ നിയമപ്രകാരം ഏതൊരു വ്യക്തിക്കും സ്വന്തം ഇഷ്ടപ്രകാരം ഏത് ഡ്രസ്സ് വേണമെങ്കിൽ ഇടാനുള്ള നിയമമുണ്ട്. അത് ഈ പറയുന്ന ആൾക്കാർക്ക് അറിയില്ലാവും. ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഡ്രസ്സ് ഇടുന്നത്. അതും പോരാണ്ട് എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ എനിക്കോ ഇല്ലാത്ത കുഴപ്പം ഈ പറയണ നെഗറ്റീവ് അടിക്കണം എന്താ കുഴപ്പം എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ അതായത് നെഗറ്റീവിന് ഞാൻ തീരെ റിപ്ലൈ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നും സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് ഈ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എനിക്ക് അവരെ മാറ്റി പറയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ അവരുടെ ചിലവിലല്ല ജീവിക്കുന്നുള്ളൂ. ഈ പറയുന്ന ഒരാളുടെയും ചിലവിലല്ല ഞാൻ ജീവിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നുള്ളത്. പിന്നെ ഇവരൊക്കെ മനസ്സ് മാറ്റിക്കണം, ഇവരെ എന്നെ നല്ലത് പറയണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാം. ഒരാളോട് ഞാൻ കാണണമെന്ന് ഒരിക്കലും നിർബന്ധം പറയണില്ല. ഞാൻ കുറെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് കമന്റ്സിന് ഞാൻ താഴെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. ഞാൻ ആരും പിടിച്ചിരുത്തി കാണണമെന്ന് ഒരിക്കലും പറയില്ല. എൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി ഞാൻ എന്നും പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ നെഗറ്റീവിന് എന്നല്ല, ഞാൻ ചിലവരോട് എൻ്റെ റിപ്ലൈസ് പറയണ നേരത്തെ ഞാൻ പറയാറുണ്ട് എനിക്ക് മോഡലിംഗ് എന്നുള്ള രീതിയാണ് ഇഷ്ടം. അതായത് മോഡൽ ഡ്രസ്സാണെങ്കിൽ മോഡലിങ്ങിന് പോകാനാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ 2-3 അങ്ങനെയല്ല കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടീനെ കൊണ്ട് ചെയ്യിക്കുകയാണ്, അതാണ് ഇതാണ്. അകത്തറിയാത്ത കാര്യങ്ങൾ പുറത്തിങ്ങനെ പറയരുത്. നിങ്ങൾക്കറിയൂ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണം എന്താ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നടക്കണം എന്താ, നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ വെറുതെ ഊഹിച്ച് പറയാൻ നിൽക്കരുത്. എന്നെ ഈ വീഡിയോസിൽ കണ്ടിട്ടുള്ള ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റത്തെ പരിചയം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതല്ല ജീവിതം. റീൽസും ജീവിതവും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴക്കരുത്. എനിക്കിതിൻ്റെ അകത്ത് വേറൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ഞാൻ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ട് നടക്കണം എന്നില്ല. ഇപ്പൊ വെറുതെ പുറത്തു പോകുമ്പോൾ ഞാൻ ഇതുപോലത്തെ ഡ്രസ്സ് ഇടണമെന്നില്ല. ജീൻസ് ആയിരിക്കും ഞാൻ എന്നും ഇടുന്നുണ്ടാവുക. പക്ഷെ എന്ന് വെച്ചാൽ എന്നും ഒരേ രീതിയിലുള്ള ഡ്രസ്സായിരിക്കില്ല ഇടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും റിയൽ ലൈഫ് അല്ലെ റിയൽ ലൈഫ് എന്ന് തുറന്നു പറയാൻ കാണിച്ച തുമ്പി ചേച്ചിയുടെ ആ മനസ്സുകൾ ആരും കാണാണ്ട് പോരും. കണ്ടന്റിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ക്ലീവേജ് ഒക്കെ കാണിച്ച് നടക്കുന്നതെന്നാണ് തുമ്പി പറയുന്നത്. വല്ലാത്തൊരു കണ്ടന്റ് ക്രിയേഷൻ തന്നെയായി പോയത്. എനിവേ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ടാണ്. എന്താണ് ഇപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.